വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോണിൻ്റെ കുറച്ച് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവയുടെ ഓരോ സെഗ്മെൻറ്റ്സിനെ കുറിച്ചും സെഗ്മെൻറ്റ്സിലുള്ള അപ്പൻഡേജസിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഓരോ ടൈപ്സ് ഓഫ് സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രോമിനൻറ്റ് സിസ്റ്റംസ് വിത്തിൻ ആർത്രോപോഡ്സ് ടൈപ്പ് സ്റ്റഡി ആയിട്ട് പ്രോണിലുള്ള സിസ്റ്റംസാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പർട്ടിക്കുലർലി ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം. എങ്ങനെയാണ് അവയൊക്കെ പ്രോണിലിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ പടം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പടം തന്നെയാണ്. മിസ് അതിൻ്റെ കോപ്പി ഇട്ട് തന്നേക്കുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് പ്രോണിൽ കാണുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റമാണ് കാണുന്നത്. ആസ് യു ആർ സീയിങ് ഓവർ ഹിയർ, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ്? ആ ഒരു എലിമെൻ്ററി കനാൽ അല്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ നമ്മുടെ ഫുഡ് പൈപ്പൊക്കെ വരുന്ന എലിമെൻ്ററി കനാൽ വരുന്നുണ്ട്. പിന്നെ ഡൈജസ്റ്റിന് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും ഇതിൽ പെടുന്നുണ്ട്. പ്രോണിൻ്റെ കേസിലും ഇതുപോലെ തന്നെ എലിമെൻ്ററി കനാലുമുണ്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻഡും ഉണ്ട്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗ്ലാൻഡുകളില്ല. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഹെപ്പാറ്റോപാൻക്രിയാസ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഡൈജസ്റ്റീവ് ഗ്ലാൻഡേ പ്രോണിൽ കാണുന്നുള്ളൂ. ഓക്കെ, എലിമെൻ്ററി കനാൽ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏനസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു ട്യൂബുലാർ പോർഷൻ അതിനെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൻ്റെ 3 ഡിവിഷൻസ് എന്ന് പറയുന്നത് സ്റ്റോമോഡിയം, മീസെൻട്രോൺ ആൻഡ് പ്രോക്ടോഡിയം. അതിൽ അതിൻ്റെ ആൻറ്റീരിയർ മോസ്റ്റ് പാർട്ട് ഫോർഗെറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റോമോഡിയം. അത് കഴിഞ്ഞിട്ട് സ്റ്റോമോഡിയം അപ്പോൾ എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യണം? മൗത്ത് തൊട്ട് സ്റ്റൊമക്ക് വരെയുള്ള റീജിയനാണ് സ്റ്റോമോഡിയം അഥവാ ഫോർഗട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ് പാർട്ടാണ് മീസെൻട്രോൺ അഥവാ മിഡ്ഗട്ട്. നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ് വരുന്ന മിഡ്ഗട്ട് എന്ന് പറഞ്ഞ റീജിയൻ. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ എലിമെൻ്ററി കനാൽ, ദറ്റ് ഇസ് പ്രോക്ടോഡിയം, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ദ ഹൈൻഗട്ട്. അവിടെയാണ് നമ്മുടെ റെക്ടോ ഏനസും വരുന്നത്. ഇതൊക്കെയാണ് അപ്പോൾ 3 മെയിൻ പാർട്സ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി ഈ സ്റ്റോമോഡിയം എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, സ്റ്റോമോഡിയം എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ പറഞ്ഞേ? സ്റ്റോമോഡിയം എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ പറഞ്ഞേ? അല്ല, എവിടെ തൊട്ടാ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫ്രം ദ മൗത്ത് ടു ദ സ്റ്റൊമക്കാണ് അല്ലേ. അപ്പോൾ ഈ ഒരു റീജിയന് മൗത്ത് തൊട്ട് സ്റ്റൊമക്ക് വരെയുള്ള എലിമെൻ്ററി കനാലിൻ്റെ റീജിയന് ഒരു എക്സ്ട്രാ ക്യൂട്ടിക്കുലാർ ലൈനിങ് ഉണ്ട്, ഒരു കവറിങ് ഉണ്ട്. ഈ കവറിങ്ങിനെ നമ്മൾ ഇൻറ്റിമ എന്ന് വിളിക്കുന്നു. ഈ ഇൻറ്റിമ ലെയർ ഓരോ പ്രാവശ്യം ആർത്രോപോഡ്സിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു. എക്ടൈസിസ് അഥവാ മോൾട്ടിങ് ഇത് നടത്തും. ഓക്കെ, അത് സീസണലി ആയിരിക്കാം. ഇത് ബോഡി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ പുറന്തോട് കാസ്റ്റ് ഓഫ് ചെയ്ത് കളയുന്ന ഒരു പ്രത്യേകത ആർത്രോപോഡ്സിനുണ്ട്. ആ ഫിനോമിനയ്ക്കാണ് എക്ടൈസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്ടൈസിസ് അഥവാ കാസ്റ്റിംഗ് അവേ ഓഫ് ദ എക്സോസ്കെലറ്റൻ നടക്കുന്നത് എപ്പോഴൊക്കെയാണോ അതോടൊപ്പം ഈ സ്റ്റോമോഡിയത്തിൻ്റെ ഇൻറ്റിമ എന്ന് പറഞ്ഞ ഈ ഒരു ക്യൂട്ടിക്കുലാർ ലൈനിങ്ങും കാസ്റ്റ് ഓഫ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? സ്റ്റോമോഡിയത്തിൻ്റെ ഈ ഒരു ലൈനിങ് മാത്രം. മിഡ്ഗട്ടിന് ലൈനിങ് ഉണ്ട്, പക്ഷെ അത് ഇൻറ്റിമ എന്നല്ലാതെ അറിയപ്പെടുന്നത് എൻഡോഡേർമൽ ലൈനിങ് ആണ്. ക്യൂട്ടിക്കുലാർ ലൈനിങ് അല്ല, എൻഡോഡേർമൽ ലൈനിങ് ആണ്. അത് കാസ്റ്റ് ഓഫ് ചെയ്യപ്പെടുന്നില്ല. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കാം. മൗത്ത് ആസ് വി എക്സ്പെക്റ്റ് വെൻട്രൽ അല്ലേ, അടിഭാഗത്താണ് കാണുന്നത്. വെൻട്രൽ പൊസിഷനിലാണ്. നമ്മൾ അപ്പൻഡേജസ് പഠിച്ച കൂട്ടത്തിൽ മാൻഡിബിൾസ് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ മാൻഡിബിൾസിൻ്റെ ഇടയ്ക്കായിട്ട് നടുവിലായിട്ട് 2 മാൻഡിബിൾസിൻ്റെ നടുവിലായിട്ടാണ് മൗത്തിനെ കാണുന്നത്. മൗത്ത് ഓപ്പൺ അപ്പ് ചെയ്ത് എങ്ങോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്? ബക്കൽ ക്യാവിറ്റിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. കുഞ്ഞ് ഷോർട്ടായിട്ടുള്ളൊരു ബക്കൽ ക്യാവിറ്റിയാണ്. ബക്കൽ ക്യാവിറ്റി വീണ്ടും ഈസോഫാഗസിലേക്ക് കുഞ്ഞ് ഒരു ഷോർട്ട് ട്യൂബുലാർ പോർഷനാണ് ഈസോഫാഗസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈസോഫാഗസ് ആണ് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. സ്റ്റൊമക്കിന് 2 പോർഷൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്.
ആദ്യം കാണുന്ന ഇച്ചിരി ലാർജ് പോർഷനാണ്, ഇച്ചിരി വലിയ പോർഷനാണ്, അതിനെ കാർഡിയാക് സ്റ്റൊമക്ക് എന്ന് അറിയപ്പെടുന്നു. പിന്നീട് കാണുന്ന ഒരു ട്യൂബുലാർ പോർഷനാണ്, നേർന്ന ഒരു ട്യൂബുലാർ പോർഷൻ ഓഫ് ദി സ്റ്റൊമക്ക്, പോസ്റ്റീരിയർ ഭാഗം, അതിന് പൈലോറിക് സ്റ്റൊമക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ കാർഡിയാക് സ്റ്റൊമക്കിൻ്റെ ഫ്ലോറിൽ, ബിഗ് പോർഷൻ ഓഫ് ദി സ്റ്റൊമക്കിൻ്റെ ഫ്ലോറിൽ കുറേ കുഞ്ഞു കുഞ്ഞു കുന്തം പോലത്തെ സീറ്റയും സ്പിക്യൂൾസും കാണാം. ഓക്കെ, പൊങ്ങിയിരിക്കുന്ന സ്പൈൻസ് പോലെ ഇരിക്കുന്ന കുന്തം പോലെ ഇരിക്കുന്ന സ്പിക്യൂൾസിന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ റൂഫ് ഭാഗത്ത് കുറേ പല്ല് പോലത്തെ ഡെൻറ്റിക്കിൾസിനെ, ഇച്ചിരി പല്ല് പോലത്തെ നേർത്ത സ്ട്രക്ചേഴ്സ് അല്ല, കുറച്ച് സ്റ്റൗട്ടായിട്ടുള്ള പല്ല് പോലത്തെ സ്ട്രക്ചേഴ്സിനെ കാണാൻ ഡെൻറ്റിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്പിക്യൂൾസും സീറ്റയും ഡെൻറ്റിക്കിൾസും എല്ലാം ചേർന്ന് ഇറ്റ് ഫങ്ഷൻസ് ആസ് എൻ ഇന്റേണൽ മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ്. ഇന്റേണൽ മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ചുരുക്കി പറഞ്ഞാൽ ഒരു അരകല്ലിനെ പോലെ അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറിനെ പോലെ ഇവയെല്ലാം ചേർന്ന് സ്റ്റൊമക്കിൻ്റെ ആ ഭാഗത്ത് ഒരു ഗ്രൈൻഡറിനെ പോലെ ഫങ്ഷൻ ചെയ്യുന്നു. അവിടെ എത്തിപ്പെടുന്ന ഫുഡിനെ അങ്ങ് ചേൺ ചെയ്ത് അരച്ചെടുക്കാൻ സഹായിക്കുന്ന മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ആണ് ഈ പറഞ്ഞ സ്പിക്യൂൾസ്, സീറ്റയും ഡെൻറ്റിക്കിൾസും ചേർന്ന് ഒരുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എല്ലാം കൂടെ ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തിനെ അല്ലെങ്കിൽ ഈ ഒരു റീജിയനെ നമ്മൾ ഗ്യാസ്ട്രിക് മിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന റീജിയനാണ് കാർഡിയാക് സ്റ്റൊമക്ക് കഴിഞ്ഞാൽ പൈലോറിക് സ്റ്റൊമക്ക് ഉണ്ടല്ലേ. പൈലോറിക് സ്റ്റൊമക്കിൻ്റെ ലൈനിങ്, ഇതിനും ഒരു ലൈനിങ് ഉണ്ട്, ക്യൂട്ടിക്കുലാർ ലൈനിങ് ഉണ്ട്. ആ ക്യൂട്ടിക്കുലാർ ലൈനിങ് ഫോൾഡുകളായിട്ടാണ് കാണുന്നത്. ഓക്കെ, പൈലോറിക് സ്റ്റൊമക്കിൻ്റെ ലൈനിങ് ഫോൾഡുകളായിട്ട് മാറിയിട്ടുണ്ട്. ആ ഫോൾഡുകളെ നമ്മൾ ലാപ്പറ്റ്സ് അല്ലെങ്കിൽ വാൽവുലെ എന്നാണ് അതിനെ വിളിക്കുന്നത്. ആഫ്റ്റർ ദ പൈലോറിക് സ്റ്റൊമക്ക്, ആസ് വി ഹാഡ് ടോൾഡ് ഏർലിയർ, പൈലോറിക് സ്റ്റൊമക്ക് കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനെയാണ് നമ്മൾ കാണുന്നത്. ഇൻറ്റസ്റ്റൈൻ ഭാഗമാണ് മിഡ്ഗട്ട് എന്നറിയപ്പെടുന്ന. ഇൻറ്റസ്റ്റൈനിൽ നിന്ന്, ഇൻറ്റസ്റ്റൈൻ സ്ട്രെയിറ്റ് ആയിട്ട് നാരോ ആയിട്ടുള്ള ഒരു ട്യൂബുലാർ പോർഷനാണ്. ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഇൻറ്റസ്റ്റൈൻ ഓപ്പൺസ് അപ്പ് ഇൻ ടു ദ ഹൈൻഗട്ട്. ഹൈൻഗട്ടിൽ എന്തൊക്കെയാണുള്ളത്? റെക്റ്റം. റെക്റ്റത്തിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യുന്നു. ഫൈനലി എലിമെൻ്ററി കനാൽ എൻഡ് ചെയ്യണത് ഏനസിലാണ്. ഏനസ് ഓപ്പൺ ഔട്ട് ചെയ്യണത് ടെൽസിൻ എന്നൊരു ഭാഗം നമ്മൾ പഠിച്ചതായിരുന്നു. ആ ടെൽസിൻ്റെ ബേസിലാണ് ഏനസ് ഓപ്പൺ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എലിമെൻ്ററി കനാലിനെ കുറിച്ചുള്ള വിവരണങ്ങൾ. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, റൈറ്റ്? വാട്ട് വാസ് ദാറ്റ്? ദാറ്റ് ഈസ് ദ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. ആസ് ഐ ഹാഡ് ടോൾഡ്, ഒരൊറ്റ ഡൈജസ്റ്റീവ് ഗ്ലാൻഡേ ഉള്ളൂ, ഹെപ്പാറ്റോ പാൻക്രിയാസ്. ലിവർ, പാൻക്രിയാസ് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ എന്നൊക്കെ പറഞ്ഞ് പല പല ഗ്രന്ഥികൾ ഇതിനെല്ലാം ഒറ്റ ഗ്ലാൻഡ് മാത്രം അസോസിയേറ്റഡ് വിത്ത് ഡൈജഷൻ, ഒറ്റ ഗ്ലാൻഡേ ഉള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ദ ഹെപ്പറ്റോ പാൻക്രിയാസ്. ഇതാണ് ലിവറിൻ്റെയും പാൻക്രിയാസിൻ്റെയും ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസിൻ്റെയും, നമ്മുടെ കേസിൽ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസിൻ്റെയും ഒക്കെ ഫങ്ഷൻസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ഗ്രന്ഥിയാണ്. ഇത് കാണുന്നത് ആസ് യു സീ ഓവർ ഹിയർ സെഫലോതൊറാക്സിൻ്റെ ഒരു ഭാഗത്താണ് ഇത് കാണുന്നത്. ആൻഡ് ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ടു ദ, ഇതിൻ്റെ ഈ ഹെപ്പറ്റോ പാൻക്രിയാസിൻ്റെ ഡക്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത് മിഡ്ഗട്ടിലേക്കാണ് ഇത് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. ഓൺ ടു ഇറ്റ്സ് ഫീഡിങ് ആൻഡ് ഫുഡ്. ഓംനിവോറസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് പ്രോൺ എന്ന് പറയുന്നത്. ഓംനിവോറസ് എന്ന് വെച്ചാൽ എന്താ? അത് പ്ലാന്റ് ഫോംസിനെയും ആനിമൽ ഫോംസിനെയും അത് കഴിക്കുന്നുണ്ട്. ആൽഗെ, അക്വാട്ടിക് വീഡ്സ്, കുഞ്ഞ് ഇൻസെക്ട്സിനൊക്കെയാണ് ഇത് കഴിക്കുന്നത്. ഇതിന് കഴിക്കാൻ ഇതിൻ്റെ പലവിധങ്ങളായ അപ്പൻഡേജസ്, പർട്ടിക്കുലർലി അതിൻ്റെ സെഫാലിക് അപ്പൻഡേജസ് ഇതിനെ ഭക്ഷണം കഴിക്കാനായിട്ട്, ഇരേനെ പിടിക്കാനായിട്ടൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട്. നമ്മൾ കീലേറ്റ് ലെഗ് നമ്മൾ പഠിച്ചതാണ്. എവിടെ കാണുന്നതാണ് കീലേറ്റ് ലെഗ്? കീലേറ്റ് ലെഗ് എവിടെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചത് തൊറാസിക് അപ്പൻഡേജിലാണ് കീലേറ്റ് ലെഗ് പഠിച്ചത്. അപ്പോൾ കീലേറ്റ് ലെഗ് ഇങ്ങനെ ഈ പ്രീനെ കളക്ട് ചെയ്ത് മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മാക്സില, മാൻഡിബിൾസ് എല്ലാം മാസ്റ്റിക്കേഷനും ഫുഡ് കട്ട് ചെയ്യാനും ഫുഡ് അത് പിയേഴ്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ്, സെഫാലിക് അപ്പൻഡേജസ്, അതൊക്കെ മാക്സിലെ മാൻഡിബിൾസ് അതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ അപ്പൻഡേജസിൻ്റെ സഹായത്തോടെയാണ് ഇത് ഫീഡിങ് നടത്തുന്നത്. So that's it about its digestive system.
ഇനി വി ആർ മൂവിങ് ഓൺ ടു ഇറ്റ്സ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ ജനറൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ആർത്രോപോഡിലെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്പൺ ടൈപ്പ്. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായ ബ്ലഡ് വെസൽസിലൂടെ അല്ല ബ്ലഡ് പോകുന്നത്. പിന്നെയോ അവരുടെ ശരീരത്തിൽ കുറച്ച് ബ്ലഡ് സ്പേസസ് അഥവാ ബ്ലഡ് ക്യാവിറ്റീസ് കാണുന്നുണ്ട്. അവിടെ ആണ് ഈ ബ്ലഡ് അൾട്ടിമേറ്റ്ലി പോയി വീഴുന്ന എത്തിച്ചേരുന്ന വലിയ വെസൽസ് കാണും. പക്ഷെ എത്തിച്ചേരുന്ന കുഞ്ഞ് ഫൈനർ വെയിൻസ്, വെന്യൂൾസ് അങ്ങനെയൊക്കെയുള്ള ആർട്ടറിയൂൾസ്, വളരെ ഫൈൻ ബ്രാഞ്ചസ് ഒന്നുമില്ല. നേരെ ചെന്ന് ബ്ലഡ് സ്പേസസിലാണ് ബ്ലഡ് പോയി ഒഴിക്കുന്നതും ബ്ലഡ് സ്പേസസിൽ നിന്നാണ് ബ്ലഡ് കളക്ട് ചെയ്ത് തിരിച്ച് ഹാർട്ടിൽ കൊണ്ടുവരികയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഹാർട്ടിൻ്റെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കാണാം. സെഫലോതൊറാക്സിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഹാർട്ടിൻ്റെ പൊസിഷൻ കാണാം. അവിടെ നിന്ന് വരുന്ന ആർട്ടറീസാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിപ്പിക്റ്റ് ചെയ്തേക്കുന്നത്, അത്ര ക്ലിയർ അല്ലെങ്കിൽ കൂടിയും. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻക്ലോസ്ഡ്. ഇതിൻ്റെ നമ്മൾ ഒരു ആർത്രോപോഡിൻ ഹാർട്ട് എടുത്ത് നോക്കിയാൽ അതിനൊരു കവറിങ് ഉണ്ട്. അതിനാണ് പെരിക്കാർഡിയം എന്ന് പറയുന്നത്. ഈ പെരിക്കാർഡിയം ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ബ്ലഡ് സ്പേസിൽ, ഒരു ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു കുഴിഞ്ഞൊരു ഏരിയയിൽ ബ്ലഡ് സ്പേസിലാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ പെരിക്കാർഡിയൽ സൈനസ് എന്ന് വിളിക്കുന്നു. ക്യാവിറ്റീസിനൊക്കെ നമുക്ക് വേറെ വിധത്തിൽ വിളിക്കാവുന്ന അല്ലെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു സിനോണിമസ് വാക്കാണ് സൈനസ്. ഓക്കെ, അപ്പോൾ പെരിക്കാർഡിയം ഇരിക്കുന്ന സൈനസിനെ പെരിക്കാർഡിയൽ സൈനസ് എന്ന് വിളിക്കുന്നു. ഇനി ലെറ്റ് മീ ഗോ ഫർദർ. എൻ്റെ ഒരു റൂട്ടാണ് ഈ പറയുന്നത്. അതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ഡിപ്പിക്ഷൻ ഡയഗ്രാം കാണിച്ചത്. ഇതാണ് ഹാർട്ട്. ഹാർട്ട് കവേർഡ് ബൈ ദ പെരിക്കാർഡിയം. ഇതൊരു ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. അതിനാണ് പെരിക്കാർഡിയൽ സൈനസ് എന്ന് പറയുന്നത്. ഈ ഹാർട്ടിന് കുറേ ദ്വാരങ്ങളുണ്ട് അഥവാ തുളകളുണ്ട്. ടു ബി സ്പെസിഫിക് 5 pairs ഓഫ് ഓപ്പണിങ്സ് ഉണ്ട് ഹാർട്ടിന്. ആ ഓപ്പണിങ്സിനെ വിളിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. ഇത് വാൽവുലാർ സ്ട്രക്ചേഴ്സ് ആണ്, അതായത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഈ ഓസ്റ്റിയയിലൂടെയാണ് ബ്ലഡ് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പെരിക്കാർഡിയൽ സൈനസിലുള്ള ബ്ലഡ് ഹാർട്ടിൻ്റെ ഓസ്റ്റിയ വഴി പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഹാർട്ടിൻ്റെ ഓസ്റ്റിയ വഴിയാണ് ബ്ലഡ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? പുറത്തേക്ക് പോകുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ കാണുന്നതാണ് ഡോർസൽ ബ്രാഞ്ച്. മെയിൻ ബ്രാഞ്ച്, പുറത്തേക്ക് പോകുന്ന മെയിൻ ബ്രാഞ്ചാണ് ഈ ഡോർസൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഡോർസൽ ബ്രാഞ്ച് വഴി അത് വീണ്ടും കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചായിട്ട് ഓരോരോ ഭാഗത്തേക്ക്, ഐയിലേക്ക്, ആൻറ്റനയിലേക്ക്, റോസ്ട്രത്തിലേക്ക്, എലിമെൻ്ററി കനാലിലേക്ക്, മാൻഡിബിളിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പല പല കുഞ്ഞു കുഞ്ഞു കഷ്ണം പോകേണ്ടത്, ഇൻറ്റസ്റ്റൈനിലേക്ക്, തൊറാക്സിലേക്ക് ഒക്കെ ഇതിൽ നിന്നുള്ള ഡോർസൽ അയോട്ടയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡോർസൽ ബ്രാഞ്ചിൽ നിന്നുള്ള സബ് ബ്രാഞ്ചസ് ആണ് പോകുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻ ബ്ലഡ് സ്പേസസ്. ഓക്കെ, വേറെ ചില സൈനസസ്, ആ ഭാഗത്തുള്ള സൈനസസിലേക്ക് ഈ ഇവിടെ നിന്ന് സ്പ്ലിറ്റപ്പ് ചെയ്ത് പോകുന്ന ബ്ലഡ് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അവിടെയുള്ള ഏത് ഭാഗത്താണോ ബ്ലഡ് സ്പേസ് ഉള്ളത് അവിടെയുള്ള റീജിയൻസ് അവിടെ നിന്ന് ബ്ലഡ് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ സപ്ലൈ പാർട്ട് അല്ലേ. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വിടുന്ന വെസൽസിനെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഓരോരോ പാർട്സിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യണമല്ലോ. ആ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ബ്രാഞ്ചാണ് ഈ വെൻട്രൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന പല പല ഭാഗത്ത് ഡെപ്പോസിറ്റ്, പല പല സൈനസുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടേക്കുന്ന ബ്ലഡ് ആ സൈനസുകളിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് വെൻട്രൽ ബ്രാഞ്ചാണ്. ആ വെൻട്രൽ ബ്രാഞ്ച് വഴിയായിരിക്കും ഹാർട്ടിലേക്ക് ഗിൽസ് വഴി. ഓക്കെ, വെൻട്രൽ ബ്രാഞ്ച് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത്, അപ്പോൾ അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ. ഓരോരുത്ത് കിടക്കുന്ന യൂസ്ഡപ്പ് ആയ ബ്ലഡ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഓക്സിജൻ കുറവുള്ള ബ്ലഡാണ്. അത് ഈ വെൻട്രൽ ബ്രാഞ്ച് ഗിൽസിലൂടെ അത് കൊണ്ടുപോയി ഗിൽസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ആവുന്നു. ഈ ഓക്സിജൻ റിച്ച് ബ്ലഡിനെയാണ് വീണ്ടും ഹാർട്ടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഹാർട്ടിലെത്തി അത് പമ്പ്ഡ് ഔട്ടായി വീണ്ടും ഡോർസൽ ബ്രാഞ്ച് വഴി ഓരോരോ സ്ഥലത്തേക്ക് അത് ട്രാവൽ